അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്റെ മേൽ അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന സഭയുടെ വിശുദ്ധരുടെയും മേൽ ദൈവം നമ്മളെ പണിതുയർത്തുകയാണ്. നിന്നെ വിളിച്ചത് ദൈവരാജ്യത്തിന്റെ ഭവനമാകാനാണ്. ദൈവരാജ്യമാകുന്ന ഭവനത്തിന്റെ ഓരോ സ്റ്റോൺസും ഓരോ കല്ലുകളും അടുക്കി വെക്കുമ്പോൾ നമ്മുടെ അടിത്തറകൾ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും, എന്നാൽ അതിൻ്റെ മൂലക്കല്ല് യേശുവുമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൻ്റെ അംഗമാകാനാണ് നമ്മളെ വിളിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. കേരള സർക്കാരിൻ്റെ ഭാഗമാകാനല്ല, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, പക്ഷെ നിന്റെ വിളി എങ്ങോട്ടാ? നമുക്ക് പോകേണ്ടത് ദൈവരാജ്യത്തിലേക്കാണ്. നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ വലിയ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരിക. അപ്പോൾ ഷൂബറുണ്ട്, ഞങ്ങൾ കുറച്ച് പേരാണ് ഇങ്ങനെ വണ്ടിയിലുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നിങ്ങനെ എറണാകുളത്തേക്ക് വരുന്ന വഴി വലിയ റോഡാണ്. ഈ റോട്ടിലിങ്ങനെ ഞങ്ങൾ പോകും. ബ്രദർ പറഞ്ഞു, എടാ നമ്മളിപ്പോൾ വാഹനത്തിലൂടെയല്ലേ ഈ റോട്ടിൽ കൂടെ പോകുന്നത്, സ്വർഗരാജ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ബൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒരുപക്ഷെ ഇങ്ങനത്തെ കാറായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും രീതിയായിരിക്കാം. പക്ഷെ അവിടെ ഇതുപോലെ റോഡുകളുണ്ട്, അവിടെ ഇതുപോലെ ഭവനങ്ങളുണ്ട്, അവിടെ ഇതുപോലെ വീടുകളുണ്ട്, അവിടെ ഇതുപോലെ വിശുദ്ധരുടെ ആവാസ കേന്ദ്രങ്ങളുണ്ട്. ദൈവം ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ ഭവനത്തെ, ഒരു ഹൗസിനെ ഏൽപ്പിക്കും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ. ഒരു ഭവനത്തിലൂടെ വിളിക്കപ്പെട്ടവരെല്ലാം അവിടെയും ഒരു കൂടാരത്തിലുണ്ടാവും, ഒരുമിച്ചുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ അല്ല, അത് റിയലാണ്. കൊച്ചു, നീ സ്വർഗത്തിൽ കണ്ടപ്പോൾ എന്തൊക്കെയാ കണ്ടേ? ഒന്നും കിട്ടുന്നേ, പെട്ടെന്ന് ഓടിയോ. ഇന്നാളൊരു കൊച്ച് മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ ആ കൊച്ചു പറയുക, സിംഹം എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, കടുവ ഉണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു, ഇതുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നു, എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രദറിനോട് ഈ കഥ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, എടാ ഇവളും മരിച്ച് സ്വർഗത്തിൽ പോയായിരുന്നു, പിന്നെ തിരിച്ചു വന്നതാ. കൊച്ചോടെ ചെന്നപ്പോൾ കണ്ട തന്നെ, മോളിൽ ചെന്നപ്പം ഇത് മരിച്ചു പോയതാ. മോളിൽ ചെന്ന് കിംസ് ആശുപത്രി വെച്ച് മരിച്ചു പോയി. അന്ന് തീർന്നിരുന്നെങ്കിൽ എനിക്ക് മോളിരിക്കായിരുന്നു. പറഞ്ഞു, എന്താ കണ്ടേ? നമുക്ക് അവിടെ പോണോ ഇതിനേക്കാൾ ഉത്തമം, അവിടെ ആയിരിക്കുന്ന ഇതിനേക്കാൾ. അതല്ല, അവിടെ കണ്ടത് എന്നാണ്, വാതിൽ തുറന്ന് കയറി. അവിടെ വാതിൽ തുറന്ന് കയറി മാലാഗണം അവര് ഈ മാലാഖ എങ്ങനെ, എന്തുടുപ്പായിരുന്നു? വെണ്മയായിരുന്നു വസ്ത്രോ? വെള്ളയായിരുന്നു. പുള്ളിക്കുത്തൊന്നുമില്ല. ശരി, വെണ്മയായിരുന്ന വസ്ത്രം ധരിച്ച് മാലാഖമാരെ കണ്ടു. പിന്നെന്ത് കണ്ടു? അവർ ആരവം മുഴക്കുന്ന ശബ്ദം, കാഹളം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ശബ്ദം. അവര് ശക്തമായുള്ള ആരാധനാ സ്തുതികൾ, നമ്മുടെ കാത് അടഞ്ഞു പോകുന്ന വിധത്തിലുള്ള ആരാധനാ സ്തുതികളായിരുന്നു. ആ പാട്ട് എങ്ങനെയുണ്ട്? നമുക്ക് ഇവിടെ ഭൂമിയിൽ പറയാൻ പറ്റത്തില്ല. ആദർശിന്റെ കീബോർഡ് വായനയാണോ അവരാണോ നല്ലത്? ആദർശ് 2-3 വട്ടം ചോദിച്ചായിരുന്നു അവിടെ എങ്ങനെയായിരുന്നു. നമുക്ക് കിട്ടത്തില്ല, സീക്രട്ട് കോഡാ. അപ്പൊ ആരാധന കണ്ടു, മാലാഖമാരെ കണ്ടു, വെണ്മയുള്ള വസ്ത്രമായിരുന്നു, കാഹളം മുഴക്കുന്നുണ്ടായിരുന്നു. അവരുടെ വലിയ ആരാധന കണ്ട ആളാണ് നിൽക്കുന്നത്. മോളിൽ പോയിട്ട് നീ അവിടെ എങ്ങനെ കിടന്നാൽ മതിയായിരുന്നു. വെറുതെ ഈ മഴയും കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? നമ്മൾ പോകേണ്ട വീടാ. മരിച്ചു പോയിട്ട് തിരിച്ചു വന്നവനാ സാക്ഷ്യം പറയുന്നത് നമ്മുടെ മുമ്പിൽ. ദൈവരാജ്യം റിയലാണ്. റിയൽ. സ്തോത്രം. അങ്ങോട്ടേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഞാൻ പോകുന്ന വാസസ്ഥലം ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്കായി ഭവനം ഒരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ ചേർക്കും. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അവൻ വന്ന് വിളിക്കും. നമ്മളെ കളിയാക്കിയവനും പുറത്ത് നിർത്തിയവനും അന്ന് ലജ്ജിക്കും. നമ്മളെ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞവർ ലജ്ജിക്കും. നിന്റെ ക്രിസ്തു ദൈവമല്ല ചരിത്ര പുരുഷനാന്ന് പറയുന്നവൻ ലജ്ജിക്കും. കാരണം വാനമേഘങ്ങളിൽ പ്രധാന ദൂതന്റെ കാഹളശബ്ദത്തോടെ അവൻ വരുന്ന ഇവന്മാരെല്ലാം കാണും. സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ എന്ത് അനുഗ്രഹീതരാണെന്നറിയാവോ? ലോകക്കാരെ വിളിച്ചിട്ടില്ല, നമ്മളെ വിളിച്ചേക്കുന്നത്.
നിന്നെ പണിതുയർത്തുക യേശുവിൽ. നീയും ആ യേശുവിന്റെ ക്രിസ്തുവിന്റെ കൂടെ ആ രാജ്യത്തിൽ ഇരിക്കാനുള്ളതാ. മനോഹരമായ സൗധങ്ങൾ അവിടെയുണ്ട്, മനോഹരമായ പണികൾ അവിടെയുണ്ട്. അവിടെ ദാഹിക്കുകയോ വിശക്കുകയോ ഒന്നുമില്ല. ദാഹിക്കുകയോ വിശപ്പല്ല, വേറെ തരത്തിലൊക്കെ പറഞ്ഞു. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് തിന്നാം, ആഹാരം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. ദൂതന്മാരുടെ ആഹാരം മന്ന എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ആഹാരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നു. ജീവജലത്തിൻ്റെ അരുവിയുടെ അപ്പുറവും ഇപ്പുറവും ജീവജലത്തിൻ്റെ നദിയുടെ ഇരുകരകളിലുമായി ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഓരോ മാസവും ഓരോ തരം ഫ്രൂട്ട്സ് പുറപ്പെടുവിക്കുന്ന ജീവവൃക്ഷങ്ങൾ അവിടെ നമുക്കുണ്ട്. അതൊക്കെ ഒന്ന് ചിന്തിച്ച്, ചുമ്മാ കഥയല്ല കേട്ടോ ഇത്. എന്താണ്ട് ഒരുത്തം മരിച്ചു പോയിട്ട് വന്നിട്ട് കറുത്ത ഉടുപ്പ് അവൻ ഇട്ടത് കറക്റ്റാ, അവിടെ ഇരുന്നു. അല്ല, അവൻ മരിച്ചു പോയിട്ട് തിരിച്ചു വന്നയാളാ. എനിക്ക് കൊച്ചിൻ്റെ കഥ കേൾക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. ദൈവമേ, ജീവനോടെ ഇരിക്കുമ്പം ഈ പൗലോസൊക്കെ സ്വർഗരാജ്യം സന്ദർശിച്ച പോലെ ഒന്ന് മോളിൽ പോയി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് പ്രഘോഷിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണിയിലാണ് ഇപ്പം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സ്വർഗീയ വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ട്. സ്വർഗീയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. യേശു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പണ്ട്. ഇനിയും കാണാൻ കൊതിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു പ്രത്യാശയുണ്ട്, എൻ്റെ യേശു വന്ന് കൂട്ടിക്കൊണ്ടു പോകും. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം വന്ന് വിളിക്കുന്ന ഒരു സമയം എനിക്കുണ്ട്. ഓ, ദൈവരാജ്യത്തിൽ അവൻ്റെ വിശുദ്ധന്മാരോടൊത്ത് ഞാനും സന്തോഷിക്കും. ഓ, സ്വർഗരാജ്യത്തിന്റെ ജീവജലത്തിന്റെ അരുവിൽ നിന്ന് എനിക്കും പങ്കുകാരനാകണം. ജീവവൃക്ഷം എനിക്ക് വേണ്ടിയാ, ജാതിന് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് വേണ്ടിയിട്ടാ ജീവവൃക്ഷം. നമ്മുടെ പ്രത്യാശ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ വിചാരിക്കും ഞാൻ തട്ടിപ്പോയി ഇതുപോലെ നടക്കുമെന്ന്. ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏത് നിമിഷവും വരാം. ഈ ഹാളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ വേണേൽ ഇപ്പോഴും സംഭവിക്കാം. കാഹളം എപ്പോൾ വേണേലും അടിക്കാം. കാഹളം എപ്പോൾ വേണേലും അടിക്കാം. ഹല്ലേലൂയ. യേശു പറഞ്ഞേക്കാം, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ദാനിയേലിനോട് പറഞ്ഞു, ഒരു കല്ല് കൈ തൊടാതെ പറന്നു വന്ന് എല്ലാ സാമ്രാജ്യ ശക്തികളെ തച്ചുടച്ച് ഭൂമി മുഴുവൻ വളരുന്ന വലിയ പർവ്വതമായി ദൈവരാജ്യമാണത്. ദൈവത്തിന്റെ രാജ്യം ഓരോ ജനങ്ങളിലേക്ക് വ്യാപരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ച് ഭൂമി മുഴുവൻ എല്ലാ അധികാരികൾക്കും മേളിൽ എല്ലാ സാമ്രാജ്യത്വ ശക്തികളെക്കാൾ വളർന്ന ഭൂമി മുഴുവൻ വലിയ പർവ്വതമായി മാറി. ദൈവരാജ്യം. യേശുവേ ആരാധന. ദൈവരാജ്യം ആ കോർണർ സ്റ്റോൺ നിന്നെ ഇന്ന് പണിയട്ടെ. മൂലക്കല്ല് നിന്നെ ഇന്ന് ദൈവരാജ്യത്തിൽ അടിസ്ഥാനം ഉറപ്പിക്കട്ടെ. പ്രത്യാശയോടെ ജീവിച്ച യേശുവിൻ്റെ രാജ്യം വരാൻ പോകുകയാണ്. ദാനിയേൽ പറഞ്ഞ പോലെ സംഭവിച്ചെങ്കിൽ ഇതാ ഇപ്പോൾ വരാൻ പോകുന്ന ദൈവരാജ്യം ഇവിടെ പണിതുകൊണ്ടിരിക്കുക. ആ വലിയ കല്ല്, കൈ തൊടാതെ പറന്നു വന്ന മൂലക്കല്ല് ഭൂമി മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ ജീവജലം നമ്മളിലേക്ക് ഒഴുകട്ടെ. ജീവജലത്തിൻ്റെ അരുവി നമ്മളിലേക്ക് ഒഴുകട്ടെ. എൻ്റെ വചനം ശ്രവിച്ചവർ ജീവജലത്തിലേക്ക്, ജീവന്റെ നദി അവനിലേക്ക് നിർഗളിക്കുന്ന, എസെക്കിയേൽ കണ്ട മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ട് കടക്കാൻ വയ്യാത്ത ജീവജലത്തിലേക്ക് എന്നെ നയിക്കണമേ. നീന്തിയാൽ കടക്കാൻ വയ്യാത്ത ആ ജീവജലത്തിന്റെ അരുവിലേക്ക് എന്നെ നയിക്കണം കർത്താവേ. എന്റെ പാദങ്ങളെ കഴുകി മുട്ടുകളെ മുക്കി ശരീരം മുഴുവൻ മുങ്ങുമാറ് ജീവജലത്തിൽ എന്നെ നയിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നെ മൂടട്ടെ. ദൈവരാജ്യത്തിന്റെ ശക്തി എന്നെ നിറയട്ടെ. ഓ സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എൻ ശിരസിൽ